മാത്സ്യൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. USS CM കിഡ്സ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് തൊട്ട് മുമ്പ് 6 മോഡൽ ചോദ്യങ്ങളുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ അതുകൂടി കണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാമിനെ സമീപിക്കാൻ കഴിയും. ഞാൻ സമയം കളയുന്നില്ല. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഇവിടെ മലയാളത്തിലും അതേപോലെ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണേണ്ടതില്ല. ആൻസർ കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ശരിയായ പ്രസ്താവന ഏതെല്ലാം? 2 സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോഴുണ്ടാവുന്ന കോണുകളിൽ മറുകോണുകൾ തുല്യമാണ്, സമാന കോണുകൾ തുല്യമാണ്, ആന്തര സഹകോണുകൾ തുല്യമാണ്, ബാഹ്യ സഹകോണുകൾ തുല്യമാണ്. അപ്പോൾ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. വിച്ച് ഓഫ് ദി following statements are correct? Alternate angles are equal, corresponding angles are equal, co-interior angles are equal, co-exterior angles are equal. നിങ്ങൾക്കറിയാം, 2 പാരലൽ ലൈൻസ് സമാന്തര വരകളെ ഒരു വര മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന മറുകോണുകൾ ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതായത് ഈ ആംഗിളും ആണ് ഈക്വൽ. ഇപ്പുറത്തതും അതേപോലെ ഈക്വൽ ആയിരിക്കും. സമാന കോണുകൾ തുല്യം, അത് നമുക്കറിയാം. മുകളിൽ വരുന്ന ആംഗിളാണ് സമാന കോണുകളായിട്ട് വരിക. അതിന് ഞാൻ വേറൊരു മഷിയിൽ മാർക്ക് ചെയ്യാം. ഈ ആംഗിളും അതേപോലെ ഇപ്പുറത്തെ ഈ ആംഗിളും തുല്യം, അതുപോലെ ഇപ്പുറവും. ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ താഴെയും ഇതേമാതിരി താഴെയും തുല്യമാണ്. അപ്പോൾ സമാന കോണുകളും തുല്യമാണ്. മൂന്നാമത്തെ കോ ഇൻറ്റീരിയർ ആംഗിൾസ്. കോ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? 2 വരകൾ ഉണ്ടാവും. അവിടെ ഉണ്ടാവുമ്പം ഇതാണ് കോ ഇൻറ്റീരിയർ. അവ ഈക്വൽ അല്ല, രണ്ടും കൂടെ കൂട്ടിയാൽ 150 ആണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാഹ്യ സഹകോണുകൾ തുല്യം. ബാഹ്യ സഹകോണുകൾ എന്ന് പറയുമ്പോൾ ഈ പുറത്തുള്ളതാണ് വരിക. അവ തുല്യമല്ല, അവ 180 ആയിരിക്കും വരിക. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഈ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഏതൊക്കെയാണ് ശരി? നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എ ആണ് അതിൻ്റെ ആൻസർ വരിക. ഒന്നാമത്തത് ആൻസർ വരുന്നത് എ. 1, 2 ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഒരു ചരടിന്റെ 1/3 ഭാഗത്തിന് 8 സെന്റിമീറ്റർ ഉണ്ട്. എന്നാൽ ചരടിന്റെ 3/4 ഭാഗത്തിന് എത്ര നീളമുണ്ട് എന്നാണ് ചോദ്യം. അതായത് ടോപ്പ് 1/3 ഇതിന് 8 സെന്റിമീറ്റർ. അപ്പോൾ വളരെ സിമ്പിളാണ്. 1/3 ഭാഗത്തിനാണ് എത്രയുള്ളത്? 8 സെന്റിമീറ്റർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത്, അതിൻ്റെ ആകെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 8നെ നമ്മൾ 3 കൊണ്ട് അല്ലെങ്കിൽ 3/1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. ഇത്ര ഭാഗത്തിൽ 4 ഭാഗത്തിൽ 1 ആണെങ്കിൽ ഫുള്ള് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഭാഗത്തിൽ 1 ആണെങ്കിൽ മുകളിലെ ഭാഗങ്ങളിലേക്ക് 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 24 സെന്റിമീറ്റർ ആണ് അതിന് നീളമുള്ളത്. 24. എന്നിട്ട് എന്താണ് പറയുന്നത്? അതിൻ്റെ 3/4 ഭാഗം എത്ര? അപ്പോൾ 24ന്റെ 3/4 കണ്ടുപിടിച്ചാൽ മതി. 24 × 3/4, 4ഉം 24 4 തവണ നമുക്ക് 6 തവണ കട്ട് ചെയ്യാം. 6 × 3 നമുക്ക് ഉത്തരം കിട്ടും 18. സിമ്പിളായിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. 18 സെന്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ നിന്ന് കയറിൻ്റെ ടോട്ടൽ നീളം കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗം കാണാൻ ആ ഫ്രാക്ഷനെ ഭിന്നത്തെ ഗുണിച്ച് ഉത്തരം കണ്ടുപിടിച്ചു. ക്ലിയർ ആയിട്ട് അതിൻ്റെ ഐഡിയ മനസ്സിലാക്കണേ. ചുവടെ നൽകിയിരിക്കുന്ന കൂട്ടങ്ങളിൽ ത്രികോണം നിർമ്മിക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെ? ത്രികോണം നിർമ്മിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾക്കറിയണം, സ്മോളർ 2 സൈഡ്, രണ്ട് ചെറിയ വശങ്ങൾ കൂട്ടിയാൽ, 2 ചെറിയത് കൂട്ടിയാൽ എന്തായിരിക്കണം? മൂന്നാമത്തേതിനേക്കാളും വലുതായിരിക്കണം.
ആ വലുതിനേക്കാൾ കൂടുതൽ വേണം. വലുതിനേക്കാൾ കൂടുതൽ വേണം. ഓക്കെ. അപ്പോൾ സം ഓഫ് സ്മോളർ ടു സൈഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് ഫോർമുല. അപ്പോൾ ഇവിടെ നോക്കുക, സ്മോളർ സൈഡ് 4ഉം 6ഉം കൂട്ടി നോക്കുക, 10 കിട്ടും. അത് 12നേക്കാൾ വലുതല്ല, അതുകൊണ്ട് ഒന്നാമത്തത് പറ്റില്ല. 3ഉം 4ഉം കൂട്ടി നോക്കുക, 7ആണ്. 7 5നേക്കാൾ വലുതാണ്, അപ്പോൾ അത് ക്ലിയർ ആണ്. അടുത്തത് 10 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 5ഉം 4ഉം കൂട്ടിയാൽ 9ആണ്, അത് 10നേക്കാൾ വലുതല്ല, അപ്പോൾ അതും തെറ്റാണ്. അടുത്തത് നോക്ക്, 5 2 6, ചെറുതേതല്ല? 5ഉം 2ഉം കൂട്ടിയാൽ 6നേക്കാൾ വലുതാണ്, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? രണ്ടാമത്തതും നാലാമത്തതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓപ്ഷൻ ബി 2 and 4. എന്താ കാരണം? അതിൻ്റെ കാരണം ചെറിയ 2 സൈഡുകൾ കൂട്ടുമ്പോൾ മൂന്നാമത്തെ സൈഡിന് വലിയതിനേക്കാളും കൂടുതൽ വേണം. ഓക്കെ. അടുത്തത്, ഒരു ചതുരത്തിന് 18.5 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുണ്ട്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 7.2/5 സെന്റിമീറ്റർ ആണ്. 7.2/5 സെന്റിമീറ്റർ ആണ്. മറ്റേ വശത്തിൻ്റെ നീളം എന്ത്? അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ 18.5 തന്നിട്ടുണ്ട്. അതിന് ലെങ്ത് ഓഫ് വൺ സൈഡ് 7.2/5 തന്നിട്ടുണ്ട്. അപ്പം മറ്റേ വശത്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഏരിയ ഉണ്ട്, ഒരു സൈഡ് ഉണ്ട്, മറ്റേ വശം റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നീളവും ഈ വീതിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഏരിയ. അപ്പോൾ ഏരിയ നമുക്ക് തന്നിട്ട് ഒരു വശം തന്നാൽ മറ്റേ വശം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയനെ ഒരു സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 18.5 എന്താ ചെയ്യാം? നമുക്കിവിടെ 18.5 ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 18.5 7.2/5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ മിശ്ര ഭിന്നം ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല ഡയറക്റ്റ്. അതിനാ ഇംപ്രോപ്പർ ആക്കണം. അംശവും ഛേദവും മാത്രമാക്കിയിട്ട് എഴുതണം. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2നെ 18 കൊണ്ട് ഗുണിച്ചാൽ 36, 36 1 നമുക്ക് കിട്ടും 37/2 എന്ന് കിട്ടും. ഇൻറ്റു 7 5 35 2 37/5 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഇതിനെ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, ഡിവൈഡ് ചെയ്യാൻ വേണ്ടത് ഹരിക്കുക വേണ്ടത്. അപ്പോൾ ഹരിക്കുമ്പോൾ അതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 37/2 ഇൻറ്റു 5/37 എന്ന് കിട്ടും. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 1 എന്ന് എഴുതാം, ഇവിടെ 1 എന്ന് എഴുതാം. 1 5 5 5/2 ഇൻറ്റു 1 ഉത്തരം 5/2 എന്ന് കിട്ടും. 5/2 എന്ന് ഇതിൽ നിങ്ങൾക്ക് ആൻസർ കാണുന്നില്ല. മറിച്ച് 5/2 തുല്യമായിട്ടുള്ള 2.5 2.5 ഉണ്ട്. അത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരൽ ഓപ്ഷൻ സി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഐഡിയ എന്താ? ഏരിയയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഒരു സൈഡും തന്നാൽ മറ്റേ സൈഡ് കണ്ടുപിടിക്കാൻ ഏരിയയെ ആ ഒരു സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ചതുരത്തിൻ്റെ പരപ്പളവും ഒരു വശവും തന്നാൽ മറ്റേ വശം കണ്ടുപിടിക്കാൻ ചതുരത്തിൻ്റെ പരപ്പളവിനെ ഒരു വശം കൊണ്ട് ഹരിക്കണം. ഓക്കെ. ഭിന്നസംഖ്യ ഹരിക്കുമ്പോൾ വിൽക്രമം കൊണ്ട് ഗുണിക്കണം. ഓക്കെ. ഒരു ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്ത് വേണം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയും കാര്യമാണ് അതിൽ ഉള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിനുമുമ്പ് ഈ ബോർഡ് ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറിച്ച് തന്നാൽ ഈ കമൻറ്റിലൊക്കെ അറിയിച്ചാൽ നന്നായിരുന്നു. അതിൻ്റെ മറുപടി നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറയുന്നത്: 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ പാത്രത്തിൻ്റെ 3/5 ഭാഗം നിറഞ്ഞു. ഓക്കെ. അതിൽ എങ്ങനെയാണ് വരുന്നത്? 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ഒരു പാത്രത്തിൻ്റെ 3/5 ഭാഗം നിറഞ്ഞു. പാത്രം നിറയാൻ ഇനി എത്ര ലിറ്റർ വെള്ളം വേണം എന്നാണ് ചോദിച്ചത്. 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ 3/5 ഭാഗം നിറഞ്ഞു. ഓക്കെ. അപ്പോൾ 3/4 ഭാഗം നിറച്ചപ്പോൾ 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ നമുക്ക് നിറഞ്ഞത് എത്ര ഭാഗം?
3/5 ഭാഗം നിറഞ്ഞു. ഓക്കെ, 3/5 ഭാഗം നിറഞ്ഞു. അപ്പൊ 3/5 ഭാഗം നിറയുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പാത്രം വരക്കാം, മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുന്നതല്ലായിരിക്കും. ഈ പാത്രത്തിന്റെ 5/3 ഭാഗം അല്ലേ, 5/3 ഭാഗം നിറഞ്ഞു. ഇതിന് 5 ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം നിറഞ്ഞു. എത്ര? 3/5 ഭാഗം നിറഞ്ഞു. എത്ര? 3/4 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ പാത്രത്തിന്റെ 1/5 ഭാഗം നിറഞ്ഞത് എപ്പായിരിക്കും? 1/5 ഭാഗം നിറഞ്ഞ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3/4ന്റെ 1/3 കണ്ടുപിടിച്ചാൽ മതി. 1/3 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് എത്രയായിരിക്കും? അത് 1/4 ഭാഗം ആയിരിക്കും. കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലേ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് പാത്രത്തിന്റെ 3/5 ഭാഗം നിറയാൻ 3/4 ലിറ്റർ ആണ് വേണ്ടത്. അപ്പോൾ 1/5 ഭാഗം നിറയാൻ എത്ര വരും? 1/4 ലിറ്റർ ആവും. 2ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 1/5 ഭാഗത്തിൽ നിറയുന്നത് എത്രയാണ്? 1/5 പാർട്ട്. 1/5 പാർട്ട് നമുക്ക് കിട്ടുന്നത് നിറയാൻ 1/4 മതി. 1/5 ഭാഗത്തിന് 1/4 ആണെങ്കിൽ 2/5 ഭാഗത്തിന് 2/4, 3/5 പാർട്ടിന് 3/4. ഓക്കെ, അപ്പൊ 1/5 പാർട്ടിന് 1/4. അങ്ങനെയാണ് എങ്കിൽ കുട്ടികളെ ഫുള്ള് നിറയാൻ എന്ത് ചെയ്താൽ മതി? ആ 1/4 1/5 പാർട്ടല്ലേ 1/4. അപ്പോൾ ആ ഫുള്ള് കണ്ടുപിടിക്കാൻ ഈ 1/4 എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. കാരണം 1/5 ഭാഗം 10 ആണെങ്കിൽ ഫുൾ എത്രയായിരിക്കും? 10 × 5 ആണ്. ഇവിടെ 1/5 ഭാഗം 1/4 ആണ്. അപ്പൊ ഫുൾ എത്രയായിരിക്കും? 5 × 1/4 അല്ലെങ്കിൽ 1/4 × 5. 5 × 1/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5/4. അപ്പൊ 5/4 എന്ന് പറയുന്ന ആൻസർ അതില് കാണുന്നില്ല. 5/4 ഇല്ല. അപ്പൊ 5/4 പാത്രം നിറയാൻ ഇനി എത്ര ലിറ്റർ വെള്ളം വേണം? അപ്പോൾ ആകെ എത്ര ഇപ്പം പാത്രം നിറയാൻ ആകെ ശേഷി എത്രയാണ്? 5/4 ആണ് ശേഷി. അതിലിപ്പോൾ എത്ര ഭാഗമാണ് നിറഞ്ഞത്? ഈ 3/5 ഭാഗമാണ് നിറഞ്ഞത്. അപ്പോൾ 3/4 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത്. അപ്പൊ ആകെ കിട്ടുന്നത് എത്ര ലിറ്റർ ആണ്? 5/4 ലിറ്റർ. 5/4 എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 3/4 ലിറ്റർ നമുക്ക് ഓർക്കുക. 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോഴല്ലേ ഈ ഇത്ര പോരാ 3/5 ഭാഗം നിറഞ്ഞത്. അപ്പൊ 5/4 ലിറ്റർ പാത്രത്തിൽ ഫുള്ള് കൊള്ളുന്നത്, ഈ പാത്രത്തിൽ ഈ ചുവന്ന പാത്രത്തിൽ ഫുള്ള് കൊള്ളുന്നത് എത്രയാണ്? 5/4. ആ 5/4 നിന്ന് ഈ 3/5 ഭാഗം നിറഞ്ഞത് എത്രയാണ്? 3/4 ആണ്. 3/4 ആണ്. ഓക്കെ, അപ്പൊ 5/4 ലിറ്റർ ആണ് ഫുള്ള് കൊള്ളുന്നത്. അതിൽ 3/4 ലിറ്റർ വെള്ളം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി എത്ര നിറയണം? 5/4 നിന്ന് 3/4 നമ്മൾ കുറച്ചാൽ മതി. 5/4 നിന്ന് 3/4 കുറച്ചാൽ 2/4 കിട്ടും. 2/4 പറഞ്ഞാൽ എത്ര? 1/2. 1/2 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഓപ്ഷൻ ബി. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഞാൻ ഇതൊന്നുകൂടെ പറഞ്ഞു തരാം. കാരണം കൃത്യമായിട്ടത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നോക്കൂ കുട്ടികളെ, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഈ പാത്രത്തില്, ഇതൊരു പാത്രം, ഈ പാത്രത്തില് 3/5 ഭാഗം വെള്ളമുണ്ട്. 3/5 ഭാഗം വെള്ളമുണ്ട്. അത് 3/4 ലിറ്റർ ആണ്. ഈ 3/5 ഭാഗം വെള്ളം 3/4 ലിറ്റർ വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഭാഗം എത്രയുണ്ട് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കിട്ടിയത് 1/5 ഭാഗം നമുക്ക് കിട്ടിയത് 1/4 ആയിരുന്നു. അപ്പൊ ഫുള്ള് നിറയാൻ എത്ര? ഫുള്ള് അതിന്റെ കപ്പാസിറ്റി എത്രയുണ്ട്? അത് 5/4. 5 × 1/4 അത് 5/4 ആയിരുന്നു. അപ്പൊ വെള്ളം ഫുള്ള് നിറയുമ്പോൾ അതിൽ 5/4 ലിറ്റർ ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ഇല്ലത് എത്രയാണ്? 3/4 ലിറ്റർ. അപ്പൊ 5/4 നിന്ന് 3/4 കുറച്ചാൽ ഇനി 2/4 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അത് ഫുള്ളാവും.
ഓക്കെ. അപ്പൊ പാത്രം നിറയാൻ എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിക്കണം എന്നാണ്. അപ്പൊ 2/4. 2/4 അതിലില്ല, പകരം 1/2 ഉണ്ട്. ഓക്കെ. അതായത് 5/4 ആകെ ഫുള്ള് വേണ്ടുന്നത്, അതിൽ 3/4 ഉണ്ടായിരുന്നു, ബാക്കി വേണ്ടുന്നത് 2/4. ഈ 2/4 നമ്മൾ 1/2 എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത നോക്കുക, അത് നിങ്ങൾക്കൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. When the corner of a triangle and corner of a square are placed together, total angle measure was 135. What is the measure of the angle at the corner of the triangle? അപ്പോൾ ഒരു എന്തുണ്ട്, ഒരു സ്ക്വയർ ഇവിടെയുണ്ട്, സമചതുരമുണ്ട്. ആ സമചതുരത്തിന് ഇതേ മൂല വരുന്ന രീതിയിൽ 135 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു ത്രികോണമുണ്ട്. കുട്ടികളെ ശ്രദ്ധിച്ചാൽ ഇവിടെ എന്താ ഉള്ളത്, ഇങ്ങനെയുള്ള ഒരു ത്രികോണമുണ്ട്. അതിൻ്റെ ഒരു ആംഗിള് 135 ഡിഗ്രിയാണ്. ഓക്കെ. ഓക്കെ. ടോട്ടൽ ആംഗിള് 135 ഡിഗ്രി വരും. അപ്പോൾ ഈ ബാക്കി വരുന്ന ഈ ആംഗിള് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ക്വയറിന്റെ ആംഗിൾ എത്രയാണ് നമുക്ക് കിട്ടുക? നമുക്ക് സ്ക്വയറിന്റെ ആംഗിൾ കിട്ടുക 90 ഡിഗ്രിയാണ് കിട്ടുക. അപ്പൊ ഇത് 90 കഴിച്ചാൽ ബാക്കി ഇത് എത്രയാണ് ഉണ്ടാവുക? 45 അതിന്റെ ആൻസർ ആയിട്ട് വരിക. ആ ക്വസ്റ്റ്യനിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു മൂലയിൽ മുട്ടുന്നെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് തരത്തിലാണ് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ ഈ തരത്തിലാണെങ്കിൽ എത്രയാണ് ആൻസർ വരിക? 45 ഡിഗ്രിയാണ് വരിക. ഓക്കെ. There are 18 boys in a class. They form 2/3 of the total number of students in the class. How many girls are there in the class? 18 കുട്ടികൾ ക്ലാസ്സിലുണ്ട്. ഇവരിലെ ആകെ എണ്ണത്തിന്റെ 2/3 ഭാഗം ആണ് ആകെ കുട്ടികളുടെ 2/3 ഭാഗമാണ് എത്ര? ഈ 18 എങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര പെൺകുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചത്. ഓക്കെ. 2/3 ഭാഗമാണ് 18. എത്ര സിമ്പിളായി ചെയ്യാൻ നോക്കിയാൽ 2/3 പാർട്ട്, 2/3 ഭാഗമാണ് എത്ര? 18. അപ്പോ നമുക്ക് അതിൽ നിന്ന് 1/3 ഭാഗം കിട്ടും. 1/3 ഭാഗം 2/3 18 1/3 18ന്റെ പകുതി അതെത്രയാ വരിക? 9 കിട്ടും. ഈ 1/3 ഭാഗം തന്നെയല്ലേ ആകെ കുട്ടികളുടെ 2/3 ഭാഗമാണ് ഈ 18 ആയിട്ടുള്ള ആൺകുട്ടികൾ. അപ്പൊ 1/3 ഭാഗം പെൺകുട്ടികളായിരിക്കുമല്ലോ. 2/3 ഭാഗം ആൺകുട്ടികൾ ബോയ്സ് ആകുമ്പോ ബാക്കി 1/3 ഭാഗമല്ലേ ഉണ്ടാവുക. ആ 1/3 ഭാഗം ആരായിരിക്കും? ഗേൾസ് ആയിരിക്കും. അപ്പൊ ആ 1/3 ഭാഗം ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? 9 കിട്ടി. അപ്പൊ ഗേൾസ് എത്രയാ ഉണ്ടാവുക? 9 കിട്ടുക. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ 1/3 ഭാഗം നമുക്ക് 9 കിട്ടി. അപ്പൊ നമുക്ക് ഫുള്ള് കണ്ടുപിടിക്കാൻ പറ്റും 27. ആ 27ൽ നിന്ന് 27 മനസ്സിലായില്ലേ? ഫുള്ള് കിട്ടുന്നത് 9 × 3 27. ആ ഫുള്ളിൽ നിന്ന് ഈ 18 ആൺകുട്ടികളെ കുറച്ചാലും മതി. 27 18 കുറച്ചാലും നിങ്ങൾക്ക് 9 കണ്ടുപിടിക്കാൻ പറ്റും. മറിച്ച് ഈ കൃത്യം നമ്പർ തന്നെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഈ രീതിയിൽ പറഞ്ഞു. അഭിപ്രായങ്ങൾ അറിയിക്കണേ. 38. Which of the following cannot be measures of the angles of right triangle? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ കുട്ടികൾക്ക് അറിയാം ഒരു കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിള് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ മറ്റു 2 ആംഗിൾ കൂട്ടിയാൽ എത്രയാ കിട്ടുക? 90 കിട്ടുക, 90 കിട്ടുക. കാരണം എന്താ? 3 കൂട്ടിയാൽ 180, ഒന്ന് 90, ബാക്കി 2 കൂട്ടിയാൽ അപ്പൊ 90 തന്നെ ആവണ്ടേ. അപ്പോൾ ഏതാണ് സാധ്യത ഇല്ലാത്തത് എന്നാണ് ചോദ്യം. നോക്ക്, 30 60 സാധിക്കും. കാരണം എന്താ? ഒന്ന് 90. അപ്പൊ ഇതിന്റെ അടിയിൽ 90 എഴുതിയാൽ 3 കൂട്ടിയാൽ 180 45 45 90. അപ്പൊ താഴെ 90 എഴുതിയാൽ അതും കൃതിയായി. 40 50 അതും നമുക്ക് 90 ഡിഗ്രി തന്നെയാണ്. 20 80 കൂട്ടിയാൽ എത്രയാ വരല്? 100 വരല്. 100 വരുമ്പം മറ്റേത് എത്രയായിരിക്കും? 80 അപ്പൊ അത് റൈറ്റ് ട്രയാങ്കിൾ ആവില്ല. അപ്പൊ സാധ്യത ഇല്ലാത്ത അളവേത്? ഓപ്ഷൻ ഡി ആണ്, 20 80. ഓക്കെ. 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തി എഴുതുക. കോൺ XPBയുടെ മറുകോൺ, കോൺ XPB ആണ്. XPB ഇതിന്റെ മറുകോണാണ് പറഞ്ഞത്. ഇത് പുറത്തുള്ള കോണാണ് അല്ലെ, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. സാധാരണ മറുകോൺ നമ്മൾ എങ്ങനെയാണ് പറയുക? സാധാരണ ഇങ്ങനെ വരുമ്പം ഈ അകത്തുള്ളതാണ് പൊതുവെ നമ്മൾ മറുകോണായിട്ട് പറയുക. ഇതും അതേപോലെ ഇപ്പുറത്തതും
ഇപ്പുറത്തത് അല്ലേ, ഇതാണ് പറയുക. ഇത് പുറത്തുള്ള മറുകോണാണ്. അപ്പൊ ഇതിന്റെ മറുകോണാണ് ഏത് വരിക, ഇത് വരിക, ഈക്വൽ ആയിട്ട് വരിക. അപ്പൊ അതേതാണ് ആൻസർ വരിക, എക്സ് പി ബിയുടെ മറുകോൺ സി ക്യു വൈ. സി ക്യു വൈ എന്ന് പറയുന്നത് ഇവിടെ സി ക്യു വൈ സി ആണ് വരിക. അപ്പൊ ഇവിടെ വരുന്നത് സി ആണ് വരിക. കോൺ ബി പി ക്യൂവിന്റെ സമാന കോൺ ബി പി ക്യൂ നോക്കിയാൽ, ഞാൻ വേറൊരു മഷി എടുക്കാം. ബി പി ക്യൂ, ഇവിടെ ബി ഉണ്ട്, പി ഉണ്ട്, ക്യൂ, ഇതാണ് ബി പി ക്യൂ. അതിൻ്റെ സമാന കോൺ, അതിന് സമാന കോൺ വരിക താഴെയുള്ള ഈ കോൺ ആയിരിക്കും. അതിൻ്റെ പേര് ഡി ക്യു വൈ. ഡി ക്യു വൈ ആണ്. ഇവിടെയുണ്ട്, എ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ് വരിക. കോൺ എ പി ക്യൂവിൻ്റെ ആന്തര സഹകോൺ, എ പി ക്യൂവിൻ്റെ ആന്തര സഹകോൺ ഞാൻ വേറൊരു മഷിയിലെടുക്കാം. എ പി ക്യൂ എന്ന് പറഞ്ഞാൽ ഈ പച്ചയാണ് വരിക. അതിൻ്റെ ആന്തര സഹകോണാണ് അത്, ഇതാണ് വരിക. ഇതിൻ്റെ പേര് സി ക്യു പി ആണ്. സി ക്യു പി എന്ന് പറയുന്നത് ഡി, നാലാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഇതിവിടെ ഡി ആണ് വരിക. പിന്നെ അടുത്തത് അടുത്തത് എന്തായിരിക്കും, അപ്പോൾ സി ക്യു വൈ ആയിരിക്കും. ഞാനത് സി എ ഡി ബി, ബി ആയിരിക്കും അടുത്ത ഉത്തരം വരിക. ഞാനത് കണ്ടുപിടിക്കാൻ സമയം കളയുന്നില്ല. എ പി എക്സ് ആയിരിക്കും, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, എന്താണ് പറഞ്ഞത് അവിടെ, ബി പി ക്യൂവിൻ്റെ എതിർകോണാണ് പറഞ്ഞത്. ബി പി ക്യൂവിൻ്റെ എതിർകോൺ അവിടെ നമ്മൾക്കിപ്പം കിട്ടിയത് ഏതാണ്, എ പി എക്സ്. കറക്റ്റ്, എ പി എക്സ് ആണ് അതിൻ്റെ ഇതിൻ്റെ മറുകോൺ ഇപ്പുറത്തത്, എതിർകോൺ അപ്പുറത്തതായിരിക്കും. അപ്പോൾ അതായിരിക്കും ബി ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഓർഡർ, ശരിയായ ക്രമം ഏത് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ സി എ ഡി ബി ആണ് അതിൻ്റെ ക്രമം. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇനി അതിൽ വരുന്ന 40ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അത് സിമ്പിളാണ് ക്വസ്റ്റ്യൻ. അവിടെ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ തന്നിട്ടുണ്ട്. കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഏത്, 5/8, 5/7, 5/9, 5/6, ഈ 4 കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഓർഡർ ഇതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മേലെ എല്ലാം സെയിം ആണ്. താഴെയുള്ള നമ്പർ നോക്കാം, ഡിനോമിനേറ്റർ നോക്കാം. ആദ്യത്തേതിൻ്റെ 6 ചെറുതാണ്. താഴെയുള്ള ഡിനോമിനേറ്റർ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ്റെ പ്രത്യേകത അറിയാം. മേലെ സെയിം ആണെങ്കിൽ താഴെയുള്ളത് കൂടി കൂടി പോകുമ്പോൾ അതിൻ്റെ വാല്യൂ, ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടി പോകുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ 5/6 വലുത്, 5/7 അതിൽ ചെറുത്, 5/6 വലുത്, 5/7 അതിൽ ചെറുത്, 5/8 അതിലും ചെറുത്, 5/9 അതിലും ചെറുത്. അപ്പോൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അവിടെ പറഞ്ഞ റീസൺ നോക്കിക്കോ. ഓഫ് 2 ഫ്രാക്ഷൻസ് വിത്ത് ദ സെയിം ന്യൂമറേറ്റർ, the one with larger denominator is smaller and the one with smaller denominator is larger. കറക്റ്റ്, അതും ശരിയാണ്. മലയാളം നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും. എന്താണ് പറഞ്ഞിരിക്കുന്നത്, പ്രസ്താവന ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം വലുത്, പിന്നെ കുറഞ്ഞു 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 പോകുന്നത്. ഇത് കറക്റ്റാണ്. ഒരേ അംശമുള്ള 2 ഭിന്നസംഖ്യകളിൽ ഛേദം വലുതായ ഭിന്നസംഖ്യ ചെറുത്. കറക്റ്റ് അല്ലേ? ഛേദം വലുത് ഇവിടെ 6 ആണ്, അത് അല്ല, ഛേദം വലുത് ഇവിടെ 9 ആണ്. ഓക്കെ, വേറൊരു മഷി എടുത്തിട്ട് ഞാൻ പറയാം. ഛേദം വലുത് ഇവിടെ 9 ആണ്. അപ്പോൾ 9 എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ ഛേദം വലുതായ ഭിന്നസംഖ്യ ചെറുതും ഛേദം ചെറുതായ ഭിന്നസംഖ്യ വലുതുമാകുന്നു. ഛേദം ചെറുതായത് എന്താണ്, വലുതും ആകുന്നു. ഓക്കെ, അത് രണ്ടും ശരിയാണ്. അപ്പോൾ എന്താ അതിൻ്റെ വരിക, പ്രസ്താവനയും കാരണവും ശരിയാണ്. രണ്ടും ഉത്തരം ശരിയാണ്. കുട്ടികൾക്ക് ഞാൻ ഇതിൻ്റെ കാര്യം മനസ്സിലായിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം 2/5, 2/7 ന്യൂമറേറ്റർ സെയിം ആണ് അല്ലേ, 2 2 ആണ്. അപ്പോൾ നോക്കിയാൽ 2/5 2/7 ഇതാണ് വലുത് വരല്, ഇത് ചെറുതായിരിക്കും. അപ്പം ഐഡിയ മനസ്സിലായല്ലോ. ഇങ്ങനെ 2 വരുമ്പോൾ എത്രയും വരുന്നതിൽ ഒരേ ഇത് പ്രത്യേകതയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമറേറ്റർ സെയിം ആയിരിക്കണം, അംശം ഒരേപോലെ ആയാൽ ഛേദം ചെറുത് ഉള്ളത് വലുതാണ്, വലുതുള്ളത് ചെറുതാണ്, നേരെ റിവേഴ്സ്.
ഓക്കെ, അത്രയും കാര്യം ഓർമ്മിച്ചാൽ അതായി. പ്രിയപ്പെട്ടവരെ, ഇപ്പം പറഞ്ഞ ചോദ്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ബൈ.